എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വായിലിട്ടാൽ അലിയും വിധം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഗോതമ്പ് പൊടി വട്ടയപ്പമാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരുപാട് ചേരുവകളൊന്നും തന്നെ ചേർക്കാതെ ആർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായ പലഹാരം കൂടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈ ഒരു ആവി പലഹാരം എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് ആവിയിൽ വെന്ത നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഗോതമ്പ് പൊടി ഈ ബൗളിലേക്ക് മാറ്റാം. ഗ്രാം കണക്ക് പറയുവാണെങ്കിൽ ഒരു 350 ഗ്രാം അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു 1/4 കപ്പ് അളവില് നാളികേരം തിരുമ്മിയത് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവില് ചോറാണ്. ചോറും കൂടെ നമുക്ക് ചേർക്കാം. ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 350 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളത്തിൽ തന്നെയാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊരു 1/4 കപ്പോളം ഞാനിപ്പോൾ ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ശർക്കര പാനി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എടുത്തിട്ടുള്ള ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാരയും ചേർത്ത് പലഹാരം തയ്യാറാക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള 1/4 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തപ്പോഴും നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള ശർക്കര പാനിയും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആ ഒരു 1/4 കപ്പ് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനിയും നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യമായിട്ട് വരുവാണെങ്കിൽ സാധാരണ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഒരുപാട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കരുത്. നിങ്ങൾക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ചേരുവകളെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഇറക്കിയെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോഴും നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി മിക്സിയുടെ ജാറ് കഴിയിട്ട് നമുക്ക് വെള്ളം കുറച്ചുകൂടെ ആവശ്യമായിട്ട് വരും. ഇനി പകുതി മാവ് മിക്സർ ജാറിലേക്ക് മാറ്റാം. നിങ്ങൾ എടുക്കുന്ന അളവ് കുറവാണെങ്കിൽ നമുക്ക് ഒരു തവണ കൊണ്ട് തന്നെ അരച്ചെടുക്കാനും സാധിക്കും. ഞാനിവിടെ 2 അപ്പത്തിനുള്ള മാവാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ആദ്യ മാവ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ടുള്ള മാവ് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ 2ാമത്തെ മാവും ഞാനിവിടെ പാത്രത്തിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 തവണകൾ കൊണ്ട് നമ്മുടെ മാവ് എല്ലാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാവ് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ അളവില് ഇൻസ്റ്റന്റ് ഈസ്റ്റ് കൂടെ ചേർക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവില് ഏലക്കപ്പൊടിയാണ്. ഏലക്ക പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ പഞ്ചസാര ചേർക്കാതെയാണ് ഏലക്കപ്പൊടി ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് വേണം നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഈ ഒരു ശർക്കരയുടെ ആ ഒരു കുത്ത് ടേസ്റ്റ് ആണ് നമുക്ക് പലഹാരത്തിൽ കിട്ടുക. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും ചെറിയ ചൂടുള്ള ശർക്കര പാനി കൊണ്ട് ചെയ്യുവാണെങ്കിൽ പലഹാരം എളുപ്പത്തിൽ തന്നെ പൊങ്ങിക്കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഈസ്റ്റ് തരിതരികളോടുള്ള ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന പലഹാരം ഒരു 2 മണിക്കൂർ നേരമെങ്കിലും പൊങ്ങാനായിട്ട് വെച്ചു കൊടുക്കണം. ഇന്നത്തെ ഈ ഒരു കൂട്ട് നമുക്കൊരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനും കൂടെ വെച്ചു കൊടുക്കണം. ഈസ്റ്റ് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാവൊന്ന് പൊങ്ങാനായിട്ട് മൂടി മാറ്റി വയ്ക്കാം. മാവ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി മാവൊന്ന് പൊങ്ങി വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വട്ടയപ്പത്തിന്റെ മാവ് ഇവിടെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ഒന്നും കുത്തി ഇളക്കി എടുക്കരുത്. അതിനുശേഷം മാവ് വേവിച്ചെടുക്കാനായിട്ട് ഒരു അവിപാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ വട്ടയപ്പം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ടൊരു കേക്ക് ടിൻ കുറച്ച് എണ്ണയെല്ലാം പുരട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വട്ടയപ്പം വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗാർണിഷിനായിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്തെടുക്കാം. ആ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഇതുപോലെ വെച്ചു കൊടുക്കുവാണെങ്കിൽ ഇതെല്ലാം ചുക്കി പോവാൻ സാധ്യത കൂടുതലാണ്. 5 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കണം ഇതുപോലെ വെച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ എന്ത് വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ വറുത്ത മുന്തിരിയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം മൂടി വെച്ച് കൊടുക്കാനായിട്ട്. അടുത്ത പാത്രത്തിലും നെയ്യ് ഒന്ന് പുരട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്കും മാവ് മാറ്റുന്നുണ്ട്. വീണ്ടും ഇതും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ പലഹാരം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൂടെ എടുക്കാം. അങ്ങനെ നമ്മുടെ ആവിപ്പലഹാരം നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഒന്ന് വിടുവിച്ചുകൂടെ എടുക്കാം. നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു അളവുകൾ വെച്ചിട്ട് നമുക്ക് 2 ആവിപ്പലഹാരമാണ് തയ്യാറാക്കി എടുക്കാനും സാധിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാ വീടുകളിലും നിത്യം ഉണ്ടാകുന്ന ഒന്നാണ് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ വായിലിട്ടാൽ അലിയും വിധമുള്ള പലഹാരം ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. പലഹാരം ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അരികുഭാഗത്തു നിന്നെല്ലാം നല്ല പോലെ വിട്ടു നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പലഹാരം ഞാനിവിടെ കയ്യിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം ഒരു വാഴയിലേക്ക് മാറ്റി ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് പൊട്ടിപ്പോകും വിധമാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പലഹാരത്തിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടും. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.